കുമ്പസാരത്തെക്കുറിച്ച് 7 വിശുദ്ധർക്ക് ഈശോ നേരിട്ട് വെളിപ്പെടുത്തിയ രഹസ്യങ്ങൾ. ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങളുടെ കുമ്പസാരം മാറും. ദൈവകൃപ നിറഞ്ഞ ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. കത്തോലിക്കാ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശകളിലൊന്നാണല്ലോ വിശുദ്ധ കുമ്പസാരം. എന്നാൽ കുമ്പസാരക്കൂടിനുള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മെ കാത്തിരിക്കുന്നത് ആരാണ്? വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക്, വിശുദ്ധ ബ്രിജീത്ത, വിശുദ്ധ പാദ്രെ പിയോ, വിശുദ്ധ ജോൺ മരിയ വിയാനി, വിശുദ്ധ കൊച്ചുത്രേസ്യ, വിശുദ്ധ ജർത്രൂദ്, വിശുദ്ധ മരിയ ഫൗസ്റ്റീന എന്നിവർക്ക് ഈശോ നൽകിയ വെളിപാടുകൾ കേട്ടാൽ കുമ്പസാരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറും. നമുക്ക് ആ സന്ദേശങ്ങളിലേക്ക് ഒന്ന് പോകാം. ആദ്യമായി ഈശോയുടെ തിരുഹൃദയ ഭക്തി ലോകത്തിന് നൽകിയ ഫ്രാൻസിലെ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് ലഭിച്ച സന്ദേശം നോക്കാം. ഈശോ അവളോട് പറഞ്ഞു, പാപികൾ എന്റെ തിരുഹൃദയത്തിൽ അഭയം കണ്ടെത്തട്ടെ. കുമ്പസാരത്തിലൂടെ അവർ എന്നിലേക്ക് മടങ്ങിവരുമ്പോൾ എന്റെ ഹൃദയത്തിലെ മുറിവുകൾ സുഖപ്പെടുന്നു. നാം കുമ്പസാരിക്കുമ്പോൾ അത് വെറുമൊരു നിയമം പാലിക്കലല്ല, മറിച്ച് മുറിവേറ്റ ദൈവഹൃദയത്തെ ആശ്വസിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. മാസത്തെ ആദ്യ വെള്ളിയാഴ്ചകളിൽ അനുതാപത്തോടെ കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് മരണസമയത്ത് പ്രത്യേക സംരക്ഷണം നൽകുമെന്ന വലിയ വാഗ്ദാനവും ഈശോ നൽകിയിട്ടുണ്ട്. സ്വീഡനിലെ വിശുദ്ധ ബ്രിജീത്തയ്ക്ക് ലഭിച്ച വെളിപാടുകൾ കുമ്പസാരത്തിന് നമ്മൾ എങ്ങനെ ഒരുങ്ങണം എന്നതിനെക്കുറിച്ചാണ്. ഈശോ ബ്രിജീത്തയ്ക്ക് 5 കാര്യങ്ങൾ വെളിപ്പെടുത്തി നൽകി. 1. ഒരു പാപിയാണെന്നുള്ള ബോധ്യത്തോടെ വരിക. 2. ഒരിക്കലും പാപങ്ങളെ ന്യായീകരിക്കരുത്. സാഹചര്യം കൊണ്ടാണ് തെറ്റ് ചെയ്തതെന്ന് പറയുന്നതിന് പകരം സത്യസന്ധമായി സത്യം മാത്രം പറയുക. 3. ഒന്നും ഒളിച്ചുവെക്കാതെ മുഴുവനായി ഏറ്റുപറയുക. 4. ചെയ്ത തെറ്റുകളിൽ ഹൃദയം നൊന്ത് ദുഃഖിക്കുക. 5. ഇനി ഈ തെറ്റിലേക്ക് മടങ്ങില്ലെന്ന് ഉറച്ചു തീരുമാനമെടുക്കുക. ഭൂമിയിൽ വെച്ച് നാം നടത്തുന്ന ഈ ചെറിയ പ്രായശ്ചിത്തങ്ങൾ മരണാനന്തരമുള്ള വലിയ ശിക്ഷകളിൽ നിന്ന് നമ്മെ രക്ഷിക്കുമെന്ന് ഈശോ വിശുദ്ധ ബ്രിജീത്തയെ ഓർമ്മിപ്പിച്ചു. അടുത്തത് ഇറ്റലിയിലെ പിയത്രൽച്ചിനയിൽ ജനിച്ച അത്ഭുതപ്രവർത്തകനായ വിശുദ്ധ പാദ്രെ പിയോയാണ്. ലക്ഷക്കണക്കിന് ആളുകളെ കുമ്പസാരത്തിലൂടെ ദൈവത്തിലേക്ക് അടുപ്പിച്ച വിശുദ്ധൻ. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, കുമ്പസാരം എന്നത് ആത്മാവിനെ കഴുകുന്ന ഒരു സോപ്പാണ്. ഒരു മുറി ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കിയില്ലെങ്കിൽ അവിടെ പൊടി കുമിഞ്ഞുകൂടും. അതുപോലെയാണ് മനുഷ്യന്റെ ആത്മാവും. പാപങ്ങൾ ഒളിച്ചുവെക്കുന്നത് ദൈവത്തെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. പശ്ചാത്താപമില്ലാതെ കുമ്പസാരക്കൂടിന് അരികിൽ വരുന്നത് അർത്ഥശൂന്യമാണ്. എന്നാൽ ആത്മാർത്ഥമായി അനുതപിക്കുന്നവനെ സ്വീകരിക്കാൻ സ്വർഗം എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നു. ആത്മീയ വൈദ്യനായ ഈശോ കുമ്പസാരക്കൂട്ടിൽ നമ്മെ കാത്തിരിക്കുന്നുണ്ടെന്നും പാപങ്ങൾ ഒളിച്ചുവെക്കുന്നത് ആ സ്വർഗീയ വൈദ്യനോട് ചെയ്യുന്ന വഞ്ചനയാണെന്നും പാദ്രെ പിയോ അച്ഛൻ പഠിപ്പിച്ചു. അടുത്തത് ഫ്രാൻസിലെ വിശുദ്ധ ജോൺ മരിയ വിയാനിയാണ്. കുമ്പസാരക്കാരുടെ മധ്യസ്ഥൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. കുമ്പസാരക്കൂടിനുള്ളിലെ ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ച് അദ്ദേഹം നൽകിയ സന്ദേശങ്ങൾ വളരെ പ്രശസ്തമാണ്. ദൈവം ക്ഷമിക്കാൻ തയ്യാറായി നിൽക്കുകയല്ല, മറിച്ച് ക്ഷമിക്കാനായി ദാഹിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. കുമ്പസാരത്തിൽ നാം പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ഈശോ നമ്മുടെ ആത്മാവിനെ തന്റെ തിരുരക്തം കൊണ്ട് കഴുകുകയാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. പലപ്പോഴും പാപികൾക്ക് വേണ്ടിയുള്ള പശ്ചാത്താപം അദ്ദേഹം തന്നെ അനുഭവിച്ചിരുന്നു. ഞാൻ കരയുന്നത് നിങ്ങൾ കരയാത്തതുകൊണ്ടാണ് എന്ന് അദ്ദേഹം കുമ്പസാരക്കാരോട് പറയുമായിരുന്നു. അടുത്തത് ഫ്രാൻസിലെ വിശുദ്ധ കൊച്ചുത്രേസ്യയാണ്. ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് വലിയ വെളിപാടുകൾ നൽകിയ വിശുദ്ധയാണ് കൊച്ചുത്രേസ്യ. കുമ്പസാരം എന്നത് ഭയപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് ഒരു കുട്ടി തന്റെ പിതാവിന്റെ കൈകളിലേക്ക് ഓടിച്ചെല്ലുന്നതുപോലെ ആയിരിക്കണമെന്ന് അവൾ പഠിപ്പിച്ചു. നമ്മുടെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും ദൈവത്തിന്റെ കാരുണ്യം എന്ന അഗ്നിപർവ്വതത്തിനു മുന്നിൽ അവ വെറും ഒരു തുള്ളി വെള്ളം പോലെയാണ്. ആ അഗ്നി ആ പാപങ്ങളെ നിമിഷനേരം കൊണ്ട് ഇല്ലാതാക്കും എന്ന് കൊച്ചുത്രേസ്യ വെളിപ്പെടുത്തി. അടുത്തതായി മഹദി എന്ന വിശേഷണം ലഭിച്ച ജർമ്മനിയിലെ വിശുദ്ധ ജർത്രൂദിന് ഈശോ കുമ്പസാരത്തെക്കുറിച്ച് നൽകിയ വെളിപാട് വളരെ ആശ്വാസം നൽകുന്ന ഒന്നാണ്. ഒരു വ്യക്തി കുമ്പസാരത്തിനായി ആത്മാർത്ഥമായി അനുതപിക്കുമ്പോൾ തന്നെ അയാളുടെ ആത്മാവിൽ പറ്റിയിരിക്കുന്ന പാപക്കറകൾ കഴുകിക്കളയപ്പെടുമെന്നും കുമ്പസാരം പൂർത്തിയാകുമ്പോൾ ആ ആത്മാവ് ഒരു സ്വർണ്ണാഭരണം പോലെ സൗന്ദര്യമുള്ളതായി തിളങ്ങുമെന്നും ഈശോ വെളിപ്പെടുത്തി. കുമ്പസാരത്തിനു ശേഷം ഒരു ആത്മാവ് ദൈവത്തിനു മുൻപിൽ നിൽക്കുന്നത് സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന ശുദ്ധമായ സ്ഫടികം പോലെയാണെന്ന് ഈശോ ജർത്രൂദിന് കാണിച്ചുകൊടുത്തു. ആ ആത്മാവിൽ ദൈവത്തിന്റെ പ്രകാശം പൂർണ്ണമായി പ്രതിഫലിക്കുന്നുവെന്നും സ്വർഗം സന്തോഷിക്കുന്നുവെന്നും ഈ വെളിപാടുകൾ പറയുന്നു. കുമ്പസാരക്കൂടിനെ ഈശോ വിശേഷിപ്പിച്ചത് സ്നേഹത്തിന്റെ ഇടമായിട്ടാണ്. പാപങ്ങൾ ഏറ്റുപറയുന്ന ആത്മാവിനെ ഒരു പിതാവ് തന്റെ മകനെ ചേർത്തുപിടിക്കുന്നതുപോലെ ഈശോ സ്വീകരിക്കുന്നുവെന്ന് ജർത്രൂദിന് വെളിപാട് ലഭിച്ചു. ദൈവകരുണയുടെ അപ്പസ്തോല എന്നറിയപ്പെടുന്ന പോളണ്ടിലെ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്കാണ് കുമ്പസാരത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വെളിപാടുകൾ ലഭിച്ചത്. തന്റെ ഡിവൈൻ മേഴ്സി ഇൻ മൈ സോൾ എന്ന ഡയറിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: കുമ്പസാരത്തിനു മുമ്പ് എന്റെ അന്തരാത്മാവിൽ ഞാൻ ഈ വാക്കുകൾ കേട്ടു. എന്റെ മകളെ, അവനോട് എല്ലാം പറയുക. എന്നോട് നീ പറയുന്നതുപോലെ അവനോട് എല്ലാം തുറന്നു പറയുക.
നീ ഒന്നും ഭയപ്പെടേണ്ട, നിന്നെ സമാധാനത്തിൽ സൂക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ ഈ വൈദികനെ എന്റെയും നിന്റെയും ഇടയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അവൻ നിന്നോട് സംസാരിക്കുന്ന വാക്കുകൾ എന്റെ വചനങ്ങളാണ്. നിന്റെ ആത്മാവിന്റെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ അവനോട് വെളിപ്പെടുത്തുക. നിന്റെ ആത്മാവിനെ അറിയുവാനുള്ള വെളിച്ചം അവൻ ഞാൻ നൽകും. ഡയറി 232. എന്റെ കരുണയെക്കുറിച്ച് എഴുതുകയും പറയുകയും ചെയ്യുക. എന്റെ കരുണയുടെ ന്യായാസനത്തിങ്കലാണ് ആശ്വാസം തേടേണ്ടതെന്നു ആത്മാക്കളോട് പറയുക. അവിടെയാണ് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുകയും തുടർച്ചയായി ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നത്. ഈ അത്ഭുതത്തെ പ്രയോജനപ്പെടുത്തുന്നതിന് വലിയ തീർത്ഥാടനങ്ങൾ നടത്തുകയോ ബാഹ്യമായ ചടങ്ങുകൾ നടത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ പ്രതിനിധിയുടെ, അതായത് വൈദികന്റെ പാദത്തിലണഞ്ഞ് വിശ്വാസത്തോടെ ഒരുവൻ തന്റെ ആത്മാവിന്റെ ദുരവസ്ഥ വെളിപ്പെടുത്തിയാൽ മതിയാകും. അപ്പോൾ ദൈവകരുണയുടെ അത്ഭുതം പൂർണ്ണമായും തെളിയിക്കപ്പെടും. മാനുഷികമായ കാഴ്ചപ്പാടിൽ ഒരാത്മാവ് അഴുകിത്തുടങ്ങിയ മൃതശരീരം പോലെയാണെങ്കിലും, അതായത് പ്രതീക്ഷയ്ക്ക് വകയില്ലെങ്കിലും, എല്ലാം ഇതിനോടകം നഷ്ടപ്പെട്ടുകഴിഞ്ഞു എന്നു തോന്നിയാലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അങ്ങനെയല്ല. ദൈവകരുണയുടെ അത്ഭുതം ആ ആത്മാവിനെ പൂർണ്ണമായും വീണ്ടെടുക്കും. ദൈവകരുണയുടെ അത്ഭുതത്തെ പ്രയോജനപ്പെടുത്താത്ത ആത്മാക്കൾ എത്രയോ ദുരിതം നിറഞ്ഞവരാണ്. നിങ്ങൾ പ്രയോജനമൊന്നുമില്ലാതെ ഉച്ചത്തിൽ നിലവിളിക്കും, പക്ഷേ അത് വളരെ വൈകിയായിരിക്കും. ഡയറി 1448. മകളെ, നീ കുമ്പസാരിക്കുവാൻ എന്റെ കരുണയുടെ നീരുറവയെ സമീപിക്കുമ്പോഴെല്ലാം എന്റെ ഹൃദയത്തിൽ നിന്നു പുറപ്പെട്ട രക്തവും ജലവും നിന്റെ ആത്മാവിലേക്ക് ഒഴുകിയിറങ്ങി അതിനെ വിശുദ്ധീകരിക്കുന്നു. ഓരോ തവണയും നീ കുമ്പസാരിക്കുമ്പോൾ എന്റെ കൃപാദാനം നിന്റെ ആത്മാവിൽ ഞാൻ വർഷിക്കുന്നതിന് ഏറ്റവും വലിയ ശരണത്തോടെ നിന്നെത്തന്നെ എന്റെ കരുണയിൽ പൂർണ്ണമായി അർപ്പിക്കുക. നീ കുമ്പസാരക്കൂടിനെ സമീപിക്കുമ്പോൾ നിനക്കുവേണ്ടി അതിനുള്ളിൽ കാത്തിരിക്കുന്നതു ഞാൻ തന്നെയാണെന്നുള്ള കാര്യം തിരിച്ചറിയുക. പുരോഹിതനിൽ ഞാൻ മറഞ്ഞിരിക്കുന്നുവെങ്കിലും നിന്റെ ആത്മാവിൽ പ്രവർത്തിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. ഇവിടെ ആത്മാവിന്റെ ദുരവസ്ഥ ദൈവത്തിന്റെ കരുണയെ കണ്ടെത്തുന്നു. കരുണയുടെ ഈ നീരുറവയിൽ നിന്ന് ശരണമാകുന്ന പാത്രം കൊണ്ടു മാത്രമേ കൃപകൾ കോരിയെടുക്കുവാൻ കഴിയൂ എന്നു ആത്മാക്കളോട് പറയുക. അവരുടെ ശരണം വലുതാണെങ്കിൽ എന്റെ ആധാരത്തിന് യാതൊരു അതിരുകളും ഉണ്ടാവുകയില്ല. കൃപയുടെ ശക്തമായ പ്രവാഹം എളിമയുള്ള ആത്മാക്കളിൽ കവിഞ്ഞൊഴുകും. അഹങ്കാരികൾ എപ്പോഴും ആത്മീയ ദാരിദ്ര്യത്തിലും ദുരിതത്തിലുമായിരിക്കും. കാരണം എന്റെ കൃപ അവരിൽ നിന്നു എളിമയുള്ള ആത്മാക്കളിലേക്ക് വഴിമാറി ഒഴുകുന്നു. ഡയറി 1602. ഇന്ന് കുമ്പസാരമെന്ന കൂദാശയെ ഞാൻ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്നു കർത്താവ് ഒരിക്കൽ കൂടി എന്നെ പഠിപ്പിക്കുകയായിരുന്നു. എന്റെ മകളെ, എന്റെ സാന്നിധ്യത്തിൽ നീ എങ്ങനെ ഒരുങ്ങുന്നുവോ അതുപോലെ തന്നെ എന്റെ മുമ്പിൽ കുമ്പസാരിക്കുക. വൈദികൻ എന്ന വ്യക്തി എനിക്ക് ഒരു മറ മാത്രമാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ഏതു തരത്തിലുള്ള വൈദികനാണെന്നു നീ ഒരിക്കലും വിശകലനം ചെയ്യരുത്. എന്നോടെന്ന പോലെ കുമ്പസാരത്തിൽ നിന്റെ ആത്മാവിന്റെ അവസ്ഥ തുറന്നു സംസാരിക്കുക. ഞാൻ നിന്റെ ആത്മാവിനെ എന്റെ പ്രകാശത്താൽ നിറയ്ക്കാം. ഡയറി 1725. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് കണ്ട ഈ 7 വിശുദ്ധരുടെ ജീവിതവും അവർക്ക് ലഭിച്ച വെളിപാടുകളും നമുക്ക് നൽകുന്ന സന്ദേശം ഒന്നാണ്. കുമ്പസാരം എന്നത് ഭയപ്പെടേണ്ട ഒരു ശിക്ഷാവിധിയല്ല, മറിച്ച് ദൈവത്തിന്റെ അളവറ്റ സ്നേഹം അനുഭവിക്കാനുള്ള ഒരു സൗഭാഗ്യമാണ്. അതുകൊണ്ട് പാപഭാരത്താൽ മനസ്സ് വിങ്ങുമ്പോഴും ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുമ്പോഴും ഭയമില്ലാതെ ആ കാരുണ്യത്തിന്റെ കോടതിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് വിധിവാചകങ്ങളല്ല, മറിച്ച് മകനെ, മകളെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന സ്വർഗീയ സമാധാനമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ മിനിസ്ട്രിയുടെ ഒരു പേരിനായി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ ദേവമാതാവ് വെളിപ്പെടുത്തിയതാണ് മോൻസി എന്ന പേര്. ആ പേരിന്റെ അർത്ഥവും ഇപ്രകാരം വെളിപ്പെടുത്തി: മറിയം ഓർശലേം നഗരിയിലെ സ്ത്രീകളുടെ ഇടയിലേക്ക് യാത്രയാകുന്നു. അതിനാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ആത്മീയ യാത്രയിൽ ഞങ്ങളോടൊപ്പം മുന്നേറുന്ന സകലരെയും പരിശുദ്ധ ദേവമാതാവിന്റെ വിമൽ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ഗുണമേന്മയുള്ള ആത്മീയ വീഡിയോകൾ, അതാണ് ഞങ്ങളുടെ മോൻസി മിനിസ്ട്രിയുടെ മുദ്രാവാക്യം. സകല മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നാണല്ലോ ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ദൈവിക ചിന്തകളും ആത്മീയ അറിവുകളും നമ്മുടെ ജീവിതത്തിന് വെളിച്ചമേകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ നന്മ മറ്റൊരാളിലേക്ക് കൂടി എത്തിക്കാൻ ഈ സന്ദേശം ഷെയർ ചെയ്യുമല്ലോ. കൂടുതൽ ആത്മീയ യാത്രകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും പാതയിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.